السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളും മുഹ്സിനുകളും മുവഹിദുകളുമായി ജീവിതം നയിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി ഉണർത്തുന്നു. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ. 30-ാമത്തെ സൂറത്ത് റൂമിലെ 54-ാമത്തെ ആയത്ത്. അല്ലാഹു നിങ്ങളെ ദുർബലതയിലാണ് സൃഷ്ടിച്ചത്. പിന്നീട് ദുർബലതയ്ക്ക് ശേഷം നിങ്ങൾക്ക് ശക്തി നൽകി. പിന്നീട് ശക്തിക്ക് ശേഷം ദുർബലതയും നരയും നൽകി. അല്ലാഹു അവൻ ഉദ്ദേശിച്ച പ്രകാരമാണ് സൃഷ്ടികർമ്മം നടത്തുക. അവനെല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിയുള്ളവനുമാണ്. മനുഷ്യകുലത്തിന്റെ ജീവിതത്തിന്റെ ഒരു ചക്രം. ചെറുപ്പത്തിൽ നമുക്കൊന്നിനും കഴിയില്ല, ചെരിഞ്ഞു നടക്കാൻ പോലും അറിയില്ല. പിന്നെ നമുക്ക് കാലക്രമേണയാണ് കണ്ണുകളും കാതുകളുമൊക്കെ അതിൻ്റെതായ ദൗത്യം നമുക്ക് പ്രയോജനപ്പെടാൻ തുടങ്ങിയത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും തുടർന്ന് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കുമൊക്കെ മാറി പിന്നീട് നമ്മൾ വാർദ്ധക്യത്തിൻ്റെ ദുർബലതയിലേക്ക് മടങ്ങും. ഇതിൽ നിന്ന് ദുനിയാവിൽ ഒരാളും ഒഴിവല്ല. അള്ളാഹു എല്ലാവർക്കും ഇത് നിർണയിച്ചിട്ടുണ്ട്. ഞാനിന്ന് സംസാരിക്കുന്നത് വാർദ്ധക്യത്തിലെത്തിയവരുടെ ഇബാദത്തുകൾ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലുള്ളവരോട് നമുക്കുള്ള കടമകൾ എന്തൊക്കെയെന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അയാൾക്കുള്ള ചുമതലകൾ എന്താണ് എന്നുള്ളതാണ്. വാർദ്ധക്യത്തിലുള്ളവരുടെ നമുക്ക് ഒരുപാട് ചുമതലയുണ്ട്. അവർ പ്രായമുള്ളവരും അതേപോലെ തന്നെ ക്ഷീണമുള്ളവരും ദുർബലതയുള്ളവരുമൊക്കെയാണ്. ഒരുപാട് ബാധ്യതകൾ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പ്രായം ചെന്ന പലർക്കും ഒരു ധാരണ ഉണ്ട്, ഞങ്ങളതെല്ലാം കഴിഞ്ഞു, ഇനി കുട്ടികൾ നോക്കട്ടെ, അവർ നിസ്കരിക്കട്ടെ, അവർ നോമ്പ് വെൽക്കട്ടെ. നമ്മൾ അത്യാവശ്യമുള്ള ഫർളായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പറ്റുമെങ്കിൽ പരമാവധി ആസ്വദിച്ച് കുറേ ഫോണും ടി വിയും വലിയപ്പാരായി കിടപ്പിലൊക്കെ ആയാലും നമ്മളെന്താ ആദ്യം ചെയ്യാന്നറിയോ? മുന്നിൽ നല്ലൊരു ടി വി വെച്ചു കൊടുക്കും. അപ്പോൾ കിടക്കല്ലേ, സമയം പോണ്ടേ. ഇങ്ങനെ പിന്നെ ചില ആളുകളൊക്കെ കുറച്ച് അത്രത്തോളം അവശതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഈ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ടൂർ പോവും, കാശ്മീർ പോവും, ബാംഗ്ലൂർ പോവും, ഊട്ടിയിൽ പോവും. ഇതൊക്കെയാണ് വയസ്സന്മാരെ പണിയെന്നാണ് പലരുടെയും വിചാരം. അല്ല, വയസ്സന്മാർ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള പ്രായം ചെന്നവർ നന്നായി ശ്രദ്ധിക്കണം. അവരെ നമ്മൾ ഉണർത്തണം. അതിനുതകുന്ന വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നത്. നമ്മൾ തന്നെ സ്വയം വൃദ്ധന്മാരായ ആളുകൾക്ക് ഇളവ് കൊടുത്തിരിക്കണം. അവർ പണിയൊന്നും എടുക്കണ്ട, അവരിനി റെസ്റ്റ് എടുത്താൽ മതി. സത്യത്തിൽ അങ്ങനെയല്ല. ഈ സമയത്തെങ്കിലും കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത്, ഇതുവരെ നമ്മൾ ഒരുപാട് വീഴ്ചകൾ വരുത്തിയാൽ അതൊക്കെ പരിഹരിക്കണം. നമ്മുടെ യൗവനവും ചെറുപ്രായവും ഒക്കെ ഒരുപാട് അശ്രദ്ധമാക്കി കളഞ്ഞതാണ്. ഇനി വയസ്സുകാലവും അങ്ങനെ ചെയ്യാനാണ് പോണത്. ചെറുപ്പത്തിൽ നമുക്ക് ദുനിയാവ് ആസ്വദിക്കാനുള്ള തിരക്കിനിടയിൽ പലതും നമ്മൾ മറന്നുപോയി, വേണ്ടത് കൃത്യമായി ചെയ്തില്ല. ഇനിയുള്ള ഈ വാർദ്ധക്യത്തിന്റെ ചുരുങ്ങിയ സമയമെങ്കിലും പരലോകത്തേക്ക് വേണ്ടി മുതലെടുക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലുണ്ട്. വാർദ്ധക്യത്തുമ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കുറയും. ഒക്കെ മക്കളെ ഏറ്റെടുത്തു, പേരക്കുട്ടികളെ ഏറ്റെടുത്തു. ഇനി നമുക്കിങ്ങനെ റാഹത്തായിട്ടിരുന്നാൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സമയം പിന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വാർദ്ധക്യത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് കൊണ്ട്
നമ്മൾ അള്ളാഹുവിൻ്റെ അരികിൽ നമ്മുടെ പരലോകം ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കണം. ദുനിയാവ് ആസ്വദിക്കുന്നതൊക്കെ ഇനിയെങ്കിലും ഒന്ന് ചുരുക്കണം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാതെ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടത്ര തിരക്കണ്ടിൽ ആസ്വദിക്കാൻ നേരം കിട്ടിയില്ല, ഇനി വയസ്സുകാലത്ത് കുറച്ച് ആസ്വദിക്കട്ടെ. ചില മക്കളും പേരക്കുട്ടികളൊക്കെ അതിനനുസരിച്ച് വാപ്പാരും വല്യപ്പാരൊക്കെ പരമാവധി സല്ലപിക്കട്ടെ, സന്തോഷിക്കട്ടെ എന്നുള്ള നിലക്ക്. അവർക്ക് സന്തോഷം കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഹലാലായ സല്ലാപങ്ങൾ ഒഴിവാക്കണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രായമായി എന്നെല്ലാവരും സമൂഹം അംഗീകരിച്ചു. അതുകൊണ്ട് ഇനി ഞങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് പോകണമെന്നില്ല, ഇനി ഞങ്ങൾ എല്ലാ ഇബാദത്തുകളും കൃത്യമായി ചെയ്യണമെന്നില്ല, സുന്നത്ത് നിസ്കാരം ഇനി വേണമെന്നില്ല, നോമ്പൊന്നും കൃത്യമായിട്ട് എടുക്കേണ്ട അത്യാവശ്യമല്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലേക്ക് പോയി വാർദ്ധക്യം വലിയ അലസതയിലേക്ക് എത്തിപ്പോയ ചില ആളുകളുണ്ട്. ഇത് കഴിവില്ലാതെ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റമെത്തി മനസ്സിലാഗ്രഹമുണ്ടായിട്ടും ഇബാദത്തുകൾ ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. വയസ്സന്മാരായ ആളുകളെ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കരുത്. ഇതല്ല, ഇത് മടിയന്മാരായ വയസ്സന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് വയസ്സന്മാരല്ലാത്തവരെന്തായാലും ശ്രദ്ധിക്കണം. അവരോട് തന്നെ പ്രത്യേകം പറയാനുണ്ട്, ഇന്ന് വയസ്സന്മാർക്കുള്ളതാണല്ലോ, ഞങ്ങൾക്ക് കിടന്നുറങ്ങാമെന്ന് ചെറുപ്പക്കാർ വിചാരിക്കേണ്ട. ഈ പറയുന്നത് ചെറുപ്പക്കാരെന്തായാലും ചെയ്തേ പറ്റൂ. വൃദ്ധന്മാർ ഒരു കാരണവശാലും പാഴാക്കാൻ പറ്റാത്ത ഒന്ന്, അവരുടെ കർമ്മങ്ങൾ അവർ നന്നാക്കണം. കർമ്മങ്ങൾ അവരെന്ത് ചെയ്യണം? നന്നാക്കണം. അതിന്റെ ഭാഗമായിട്ട് ആദ്യം വേണ്ടത് അവർ പഠിക്കുക എന്നുള്ളതാണ്. അൽ ഇൽമു ബിത്തഅല്ലുമി, പഠനം കൊണ്ട് മാത്രമേ ഇൽമു കിട്ടൂ. ഇൽമു ഇങ്ങനെ ഉറക്കത്ത് സ്വപ്നത്തിലൂടെ വരൂല, അത് കാറ്റടിക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ല. ഇൽമു പഠിച്ചാൽ മാത്രമേ കിട്ടൂ. ചെറുപ്പത്തിൽ നിങ്ങൾ ദുനിയാവിന്റെ തിരക്കും പറഞ്ഞ് വാർദ്ധക്യകാലത്ത് കുടുംബം നോക്കേണ്ട പ്രശ്നവും ബിസിനസിന്റെ മേൽനോട്ടവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മര്യാദയ്ക്ക് ക്ലാസ്സിന് പോകാത്ത ആൾക്കാരല്ലേ. ഇനി ഈ വയസ്സുകാലത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി എല്ലാ നല്ല ഇസ്ലാമിക ക്ലാസ്സുകൾക്കും പങ്കെടുക്കുക. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, സമയം കണ്ടെത്തുക. ചെറുപ്പക്കാരെക്കാൾ നിങ്ങൾക്കാണ് സാധിക്കുക. ശരിയാണോ അല്ലയോ? ശരിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിപ്പോഴും റീൽസ് കണ്ടിരിക്കുക? പ്രായം ചെന്ന ആൾക്കാർ ആണോ? വല്യമ്മമാർക്കും വല്യപ്പമാർക്കും ഒക്കെ ഫോൺ വാങ്ങിക്കൊടുത്താൽ പണി എന്താണ്? ആദ്യമൊക്കെ ഫസ്റ്റത്തെ ദിവസമൊക്കെ ക്ലാസ് കേൾക്കണം, പ്രസംഗം കേൾക്കണം, എവിടെ മോനെ പ്രസംഗം കിട്ടാന്നൊക്കെ ചോദിക്കും. ഒരാഴ്ച കഴിഞ്ഞ് പോയൊക്കെ ഉമ്മ പ്രസംഗമല്ല കേൾക്കുന്നത്. ഉമ്മാന്റെ പണി എന്താ? വാപ്പാന്റെ പണി എന്താ? എല്ലാവരെയും മാതിരി റീൽസ് തോണ്ടൽ തന്നെ പണി. ഈ വയസ്സായിട്ട് ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കണം. ഒരുപാട് ഇങ്ങനെ തലയും പാലില്ലാതെ ഒരു ദിവസം ഒരു നിശ്ചിത സമയമെങ്കിലും ഒരു ക്ലാസ്സെങ്കിലും കേൾക്കുക എന്നൊരു നിലവാരത്തിൽ പഠിക്കുക. ഇനി യാത്ര ചെയ്യാൻ പറ്റിയ സാവകാശം ഉണ്ടെങ്കിലോ പള്ളിയിലൊക്കെ ഒന്ന് പോവുക. ഒരു വെള്ളിയാഴ്ച ക്ലാസ്സിന് പോവുക, അടുത്ത വെള്ളിയാഴ്ച വരൂല. അങ്ങനല്ല, നിങ്ങളാണ് ശ്രദ്ധിച്ചു വരണം. നിങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങൾ കുറവാണല്ലോ. അപ്പൊ മക്കളോട് എന്ത് പറയാ? പള്ളിയിലാക്കി തരാൻ പറയാ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരിക. എന്റെ ഓട്ടോറിക്ഷ വിളിച്ച് പള്ളിയിൽ വന്നാൽ മോശമൊന്നുമല്ല പ്രായമായ സമയത്ത്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഇബാദത്തുകളെ ചുറ്റിപ്പറ്റി ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന് ക്ലാസ്സുകൾ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കാൻ അവസരമുണ്ട്. നമ്മൾ സമയം നീക്കി വെക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ധാരാളം ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ക്ലാസ്സുകൾ നമ്മുടെ അരികിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഡൗൺലോഡായി കിടക്കുകയാണ്. പക്ഷേ ഈ വയസ്സുകാലത്ത് ഞാനിപ്പോൾ എന്ത് ക്ലാസ് കേൾക്കാൻ? ഈ കുട്ടികൾ കേൾക്കട്ടെ? അങ്ങനെയല്ല, വയസ്സന്മാർ കേൾക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ലാസ് കേൾക്കണം. ഇതുവരെ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരുത്തണം. നമ്മളെ കർമ്മം നന്നാക്കണം. ഈ വയസ്സുകാലത്ത് നിസ്കാരം പഠിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ചില ആളുകൾ പറയും നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ രണ്ട് കാലുകളും ചേർത്ത് വെക്കണം എന്ന്. ഇത്രയും കാലം എനിക്കറിയില്ലായിരുന്നു. ഇത് അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞാണ്. ഞാനിങ്ങനെയല്ല, സുജൂദിൽ കാണുമ്പോൾ കാല് രണ്ടും ഇങ്ങനെ വെക്കും എന്നല്ലാതെ, വിരലുകൾ ഇങ്ങനെ പൊക്കി വെക്കണമെന്ന് അറിയാമെന്ന്, ഇങ്ങനെ വ്യക്തമായിട്ട് വെക്കണമെന്നറിയാമെന്നല്ലാതെ കാലുകൾ ചേർത്ത് വെക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ക്ലാസ് കേട്ടപ്പോഴാണ്. വയസ്സുകാലത്ത് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. ചെറുപ്പകാലത്ത് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് വയസ്സുകാലത്ത് പുതിയത് കേൾക്കുന്നത്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. വിഷയങ്ങളൊക്കെ കൂടി നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ പതിവായിട്ട് ക്ലാസ്സുകൾ കേൾക്കണം, പുസ്തകങ്ങൾ വായിക്കണം, പ്രാമാണികമായ തഫ്സീറുകൾ വായിക്കണം. അതെല്ലാം കൂടി ഒരു ദിവസം ഒരു നേരം ചെയ്യണം എന്നല്ല. ഇതൊക്കെ കുറേശ്ശെയായിട്ട് എല്ലാ ദിവസവും തഫ്സീറൊക്കെ എടുത്തു വെച്ച് വായിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇൽമുകൾ സ്വായത്തമാക്കുക. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൃത്യമായിട്ട് നമ്മുടെ ഇബാദത്തുകളൊക്കെ ചെയ്യാം. അത് സഫൊക്കെ ചേർന്ന് പൂർണ്ണ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ കൺകുളിർമയുള്ള നിസ്കാരം ഈ വയസ്സുകാലത്തെങ്കിലും നമ്മൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ ബിസ്ർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതിൽ കാണാം, അന്ന അഅറാബിയൻ ഖാല, ഒരു അഅറാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖൈറുന്നാസ്, അല്ലാഹുവിന്റെ റസൂലെ ജനങ്ങളിൽ ഉത്തമരാരാണ്? ഖാല, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉമറുഹു വഹസുന അമലുഹു, വയസ്സ് നീണ്ടു കിട്ടുകയും കർമ്മം നന്നാവുകയും ചെയ്തവനാണ് അല്ലാഹുവിൽ ഉത്തമൻ.
അപ്പോൾ വയസ്സ് നീണ്ടുപോയാലും കർമ്മം നന്നാക്കണ്ടേ? വേണം. കർമ്മം നന്നാക്കണമെങ്കിൽ പഠിക്കണം. അപ്പം നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. ഇനി വയസ്സായി, ഇനി ഫർള് മാത്രം മതി, ഇനി സുന്നത്ത് എന്തിനാ? സുന്നത്തൊക്കെ നമ്മൾ ആയ കാലത്തൊന്നും ചെയ്തിട്ടില്ല. ആയ കാലത്ത് ദുനിയാവിന്റെ തിരക്കിലായിരുന്നു. ഇനി ഇപ്പൊ ഈ ആവാത്ത കാലത്തെങ്കിലും എന്ത് ചെയ്യുക? ഇരുന്നിട്ടാണെങ്കിലും നമ്മൾ സുന്നത്ത് നിസ്കരിക്കണം, ഫർള് നിന്ന് തന്നെ നിസ്കരിക്കാം. അത്രയും ബുദ്ധിമുട്ടിലെത്തിയ ആളുകളാണെങ്കിൽ, ഇനി പ്രയാസങ്ങളുള്ള ആളാണെങ്കിൽ ഖിയാമുൽ ലൈൽ അടക്കം ചെയ്യുക, ഇരുന്നിട്ടെങ്കിലും നിസ്കരിക്കുക, അല്ലെങ്കിൽ കുറച്ചിരിക്കുക, കുറച്ച് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ഇരുന്ന് നിസ്കരിക്കും കുറച്ച്, പിന്നെ നിന്ന് നിസ്കരിക്കും, സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പൊ ഇരുന്നു കൊണ്ടാണെങ്കിലും ഒരു സുന്നത്ത്, കാരണം നമുക്ക് വേറെ തിരക്കല്ല, ഓടിപ്പോകാനില്ല, ബിസിനസ് കടയിൽ പോയി ഇരിക്കേണ്ട ആവശ്യമില്ല, ഓഫീസിൽ പോകാനില്ല, പ്രായമായില്ലേ, ബാക്കി ഓരോരുത്തരും മക്കളും പേരക്കുട്ടികളും ഏറ്റെടുത്തില്ലേ. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ തിരക്കൊന്നും കൂട്ടണ്ട. നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ, ശേഷമുള്ള സുന്നത്തുകൾ, പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ, അതൊക്കെ ഏതാണെന്ന് അറിയില്ലെങ്കിൽ പഠിക്കണം. അറിയുന്നവരോട് ചോദിക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാവും അറിയുന്നവർ, അല്ലെങ്കിൽ പുസ്തകങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉസ്താദുമാരുടെ നമ്പറൊക്കെ വാങ്ങിച്ചു വെക്കണം. അവരോട് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ദീനിന്റെ വിഷയങ്ങളൊക്കെ കൂടുതൽ ചോദിച്ച് ശല്യപ്പെടുത്തണം. ഉസ്താദുമാരായുള്ള തന്നെയാണ്, മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്താനുള്ളത് തന്നെയാണ് ഉസ്താദുമാരൊക്കെ. അവർ ദീന് പഠിച്ചത് അവരെ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കേണ്ട അവരാണ്. അപ്പൊ അവരുമായി ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കളും സമ്പത്തും അത് ദുനിയാവിന്റെ അലങ്കാരം മാത്രമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്നത് നന്മകൾ മാത്രമാണ്. ഖൈറുൻ ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അരികിൽ സവാബൻ, ഒരു പ്രതിഫലം എന്ന നിലയിലും, വഖൈറുൻ അമലൻ, ഉത്തമമായ പ്രതീക്ഷ എന്ന നിലയിലും. അപ്പം മക്കളും സ്വത്തും ഒക്കെ എന്താണ്? നമുക്ക് മക്കൾ കുറേയുണ്ട്, സ്വത്ത് കുറേയുണ്ട്, ഇതൊന്നും പരലോകത്ത് പ്രത്യേകിച്ച് ഉപകാരപ്പെട്ടുകൊള്ളണം എന്നില്ല. നമ്മൾ മക്കളെ ദീനിൽ തർബിയത്ത് ചെയ്തെങ്കിലും ഒഴികെ, സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ഹലാലിൽ സമ്പാദിക്കുകയും ഹലാലിൽ മാത്രം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴികെ നമുക്ക് മക്കളും സ്വത്തും ഉപകാരപ്പെടുകയില്ല. മക്കളെ ദീനിൽ വളർത്തിയാൽ ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടും. സ്വത്ത് ഹലാലാണെങ്കിൽ ആ സ്വത്ത് നമുക്ക് ഉപകാരപ്പെടും, സദഖ നൽകിയിട്ടുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ബാക്കിയാകുന്നത് നന്മകളാണ്. അപ്പൊ നന്മകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ വയസ്സുകാലത്ത് ഞാനാണോ ഈ ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ടത്? ചെറുപ്പക്കാരല്ലേ ഈ ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ടത്? ചെറുപ്പക്കാരുടെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെയാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഒരു തിരക്കും നിങ്ങൾക്ക് ഇനി പറയാനില്ല. നിർബന്ധമായും പ്രായം ചെന്നവരെന്ത് ചെയ്യണം? സുന്നത്തുകളൊന്നും പാഴാക്കരുത്. മനസ്സിലായില്ലേ? അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. മറ്റൊന്ന്, തൗബ വർദ്ധിപ്പിക്കണം. കാരണം ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, കൂടുതൽ നന്മകൾ കൊണ്ടുവരാനും സാധ്യമല്ല, കുറച്ചേ സാധിക്കുള്ളൂ. പ്രായമായിപ്പോയി. ഇനി നമുക്ക് വന്നുപോയ വീഴ്ചകൾ പരിഹരിക്കാൻ, അത് ഒതു എടുത്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നാൽ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. റമദാനിലെ നോമ്പെടുത്താൽ കഴിഞ്ഞ റമദാൻ മുതൽ ഇതുവരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. ഒരു ജുമുഅക്ക് പങ്കെടുത്താൽ കഴിഞ്ഞ ജുമുഅ മുതൽ ഇതുവരെയുള്ള പാപങ്ങൾ, ഇങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഹജ്ജും ഉംറയും അടക്കം ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഇസ്തിഗ്ഫാറാണ്. നമ്മൾ രാവിലത്തെ ദിക്ർ ചൊല്ലുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി 100 വട്ടം. ഒരൊറ്റ പ്രായം ചെന്ന ആളും അല്ലാത്തവരുടെ കാര്യം ദിക്ർ എല്ലാവർക്കും ഉള്ളതാണ്, നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി 100 വട്ടം ചെല്ലണം രാവിലത്തെ ദിക്ർ. വൈകുന്നേരത്തെ ദിക്റിലും ചെല്ലണം. ഇസ്തിഗ്ഫാർ, തൗബ, ഇത് രണ്ടും വർദ്ധിപ്പിക്കണം. ഇത് പ്രായം ചെന്നവർ മാത്രമല്ല, രോഗശയ്യയിൽ കിടന്ന് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാത്തവരും ദിക്റുകൾ വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയ്യൂബ് അലൈഹിസ്സലാം 18 വർഷമാണ് അദ്ദേഹം രോഗശയ്യയിൽ കിടന്നത് എന്ന് ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറയാം, വഖുദ് ബിയദിക ലിഗ്തൻ ഫദ്രിബ് ബിഹി വലാ തഹനസ്, നീ നിന്റെ കൈകൊണ്ട് ഒരു പിടി പുല്ലെടുക്കുക, നീ ഒരിക്കലും അല്ലാഹുവോടുള്ള ഒരു കരാർ ലംഘിക്കരുത്. ഇന്നാ വജദ്നാഹു സാബിറ, നാം അദ്ദേഹത്തെ ക്ഷമാലുവായി കണ്ടോ. ഈ 18 കൊല്ലം സംയമനത്തോടെ. ഇപ്പൊ വാർദ്ധക്യകാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ട നല്ലൊരു ഗുണമാണ് ക്ഷമ. വാർദ്ധക്യത്തിലാണ് ക്ഷമ നല്ലോണം കുറഞ്ഞു പോവുക. ഇപ്പൊ വൃദ്ധന്മാർക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഗുണം എന്താണ്? ക്ഷമയാണ്. ദുർബലതയിൽ നമുക്ക് ക്ഷമ വേണം, മനസ്സിലായില്ലേ? അല്ലാതെ ഇത് വല്യപ്പക്ക് ദേഷ്യം പിടിക്കും, പ്രായമായതാണ് എന്ന് പേരക്കുട്ടികളും മക്കളും പറയാൻ ഇടവരുത്തരുത്. പ്രായം ചെന്ന ആളുകൾ എന്ത് ചെയ്യണം? അവർ സംയമനം പാലിക്കണം. കണ്ടോ, അയ്യൂബ് അലൈഹിസ്സലാം 18 കൊല്ലം കിടപ്പിലായിപ്പോയി, എണീറ്റ് നടക്കാൻ വയ്യ, പള്ളിയിലേക്ക് വരെ ജമാഅത്തിന് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. പക്ഷെ അദ്ദേഹം സംയമനം പാലിച്ചു. അതിന് പകരമായി ആ ജീവിത സായാഹ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നന്മകൾ പകരമായി നൽകി. നിഅമൽ അബ്ദ്, ക്ഷമ പാലിച്ച് അദ്ദേഹത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത് നിഅമൽ അബ്ദ്, എത്ര നല്ല ഒരു അടിമയാണ്. ഇന്നഹു അവ്വാബ്, അദ്ദേഹം അങ്ങേയറ്റം
ഖേദിച്ചു മടങ്ങുന്നവനാണ്, നിരന്തരമായി തൗബ ചെയ്യുന്നവനാണ്. രോഗശയ്യയിൽ 18 വർഷം എണീറ്റ് നടക്കാൻ കഴിയാതെ കിടപ്പിലായിപ്പോയ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയായി ഖുർആൻ പറയുന്നത് ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി തൗബ ചെയ്യുന്നവനാണ്. ഞാൻ എത്രയോ കാലമായിട്ട് തൗബ ചെയ്യല, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, തൗബയൊന്നും വേണ്ട എന്നുള്ള നിലപാട് ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായി തൗബ ചെയ്യണം, തൗബ വർദ്ധിപ്പിക്കണം. വഇലാ സമൂദ അഖാഹും സാലിഹ, സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരൻ സാലിഹിനെ അയച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല, അതുകൊണ്ട് എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണം. ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ, ഭൂമിയിൽ നിങ്ങളെ ഉണ്ടാക്കിയത് അവനാണ്, ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് അല്ലാഹുവാണ്. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം, നിങ്ങൾ തൗബ ചെയ്യണം. ഇന്ന റബ്ബി ഖരീബും മുജീബ്, തീർച്ചയായും എന്റെ റബ്ബ് ഏറ്റവും അടുത്തവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. അതുകൊണ്ട് ധാരാളമായി തൗബ ചെയ്യുക, ധാരാളമായി പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. സൂറത്ത് ഹൂദിലെ 61-ാമത്തെ ആയത്ത്. അല്ലാഹു അല്ലേ ഇത്രയും കാലം ഭൂമിയിൽ നിങ്ങളെ ജീവിപ്പിച്ചത്? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരൊറ്റ ദിവസവും തൗബ മുടക്കരുത്, ഇസ്തിഗ്ഫാർ മുടക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയാൻ മറക്കരുത്. ദിക്റുകൾ ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് പഠിക്കണം. പഠിക്കാൻ പ്രയാസമുള്ളവർ നോക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യണം? ആ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ അത് നിരന്തരമായി നമ്മൾ നടത്തിപ്പോരണം എന്നർത്ഥം. നമ്മൾ രോഗശയ്യയിലുള്ളവരായിരിക്കും, എന്തെങ്കിലും അസുഖം പ്രായം ചെന്നാൽ ഇല്ലാതിരിക്കൂല. ചുറുചുറുക്കുള്ള വൃദ്ധന്മാരെത്ര ഉണ്ടെങ്കിൽ പോലും രോഗങ്ങളില്ലാതിരിക്കില്ല, സ്വാഭാവികമാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് രോഗം ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഒരു കാലം, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ നിരന്തരമായി മരുന്നുകൾക്ക് പുറമെ ദിക്റുകളിൽ ശ്രദ്ധയുണ്ടാവണം. ദിക്റുകളാണ് ഏറ്റവും വലിയ ശമനം. ഖുർആനെ പറ്റി പറഞ്ഞാൽ എന്താ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ഖുർആനിൽ നാം ശിഫ ഇറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ ഓതണം. അതിന് അറബിയിൽ റുഖിയ ശർഇയ്യ എന്ന് പറയും. ഒരാൾ ചൊല്ലിത്തരുന്നത് വേറെ, നമുക്ക് ഇത്തരം സ്വന്തമായ വാർദ്ധക്യത്തിലെത്തുന്നവർക്കുള്ള റുഖിയ അവർ സ്വയം നടത്തുന്ന റുഖിയകളാണ്. നമ്മൾ എന്ത് ചെയ്യണം? കയ്യിലേക്ക് ഊതണം, എന്നിട്ട് ആയത്തുൽ കുർസി ഓതണം, ഖുൽ ഹുവല്ലാഹു ഖുൽ ഫലഖ് റബ്ബിന്നാസ് പോലുള്ള സൂറത്തുകൾ ഓതണം, സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ ഓതണം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എന്നിട്ട് നമ്മൾ ശരീരത്തിലൊക്കെ തടവുകയും നമ്മുടെ രോഗശമനത്തിന് വേണ്ടി, വേദനയ്ക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി അതുപോലെ പ്രാർത്ഥനകളുണ്ട്. വേദനയിലെടുത്ത് കൈവെക്കാം. വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവും, നെഞ്ചുവേദന ഉണ്ടാകും. വാർദ്ധക്യത്തിൽ എന്തെല്ലാം വേദന, മുട്ടുവേദന ഉണ്ടാകും. വേദനയുള്ള സ്ഥലത്ത് കൈവെക്കുക, ബിസ്മില്ല ബിസ്മില്ല എന്ന് 3 വട്ടം പറയാം. വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ബിസ്മില്ല 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 എന്ന് പറയുക. അതിനുശേഷം 7 തവണ ഇത് പഠിക്കണം. ഉസ്താദുമാരോട് ചോദിച്ചു പഠിക്കണം. എന്താ വേദനയുള്ളപ്പോൾ ചൊല്ലേണ്ട ദിക്ർ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ, ഞാൻ അനുഭവിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഈ ശർറിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ നിന്റെ ഇസ്സത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ശരണം തേടുന്നു എന്ന് പറയുക. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ഈ വേദനയിൽ നിന്ന് ആശ്വാസം തരണം. വേദന മാറും. നമ്മുടെ വേദനകളിലുള്ള ദിക്റുകൾ, അതുപോലെ ഖുർആൻ പാരായണങ്ങൾ, റുഖിയകൾ, ഇത് നമ്മൾ പഠിക്കുകയും നമ്മൾ നടപ്പാക്കുകയും വേണം എന്നുള്ളതാണ്. പൊതുവേ ഇത് മാത്രമല്ല, മൂന്നാമതായി പറയാനുള്ളത് എല്ലാ ദിക്റുകൾ പ്രധാനമായി 4 എണ്ണമാണ്. ദാക്കിർ, അസ്സാക്കിരീന അല്ലാഹ കസീറൻ വസ്സാക്കിറാത്ത്, അല്ലാഹു സ്വർഗവും പാപമോചനവും ഒരുക്കി വെച്ചിരിക്കുന്ന ദിക്ർ ചെല്ലുന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആളുകളുണ്ടല്ലോ. ദാക്കിറൂൻ എന്ന പദവിയിൽ നമ്മൾ എത്തണമെങ്കിൽ 4 സമയത്തെ ദിക്റുകൾ ഒഴിവാക്കരുത് ജീവിതത്തിൽ. വാർദ്ധക്യത്തിലെത്തിയവർ ഞങ്ങൾക്ക് ഇനി ദിക്ർ ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കരുത്. ദിക്റുകൾ ഒഴിവാക്കുക. 4 സമയത്തെ ദിക്ർ. ഒന്ന്, നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 വട്ടം പറയില്ലേ. അതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും, അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം എന്ന് പറയും. അങ്ങനെ നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്റുകൾ ഒരൊറ്റ ദിവസം ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഒഴിവാക്കരുത്. ഒരു യാത്രയിലാണെങ്കിൽ പോലും നമ്മൾ ആ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരക്കണമെങ്കിൽ ആ ദിക്ർ ചെല്ലാൻ പറ്റും. നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്ർ ഒഴിവാക്കരുത്. അദ്കാറുൽ സ്വബാഹ്, അദ്കാറുൽ മസാ, ഒരു ദിക്റല്ല. നേരത്തെ ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ധാരാളം ദിക്റുകളുണ്ട്. കാണാതെ അറിയാത്തവർ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കാണാതെ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ധാരാളം ചെറിയ ചെറിയ പോക്കറ്റ് സൈസ് ബുക്കുകളൊക്കെ ഈ ദിക്റുകളെ സംബന്ധിച്ച് കിട്ടും, കയ്യിൽ വേണം. ആ ദിക്റുകൾ വലിയൊരു സംരക്ഷണമാണ്, നരകമോചനമാണ്. ദിക്റുകൾ നമുക്ക് പരലോകത്തേക്ക് പ്രതിഫലം വാങ്ങിത്തരുന്ന അത്രയും മറ്റൊരു ഇബാദത്ത് നമുക്ക് പ്രതിഫലം നൽകുകയില്ല എന്ന് ഓർത്തു വെക്കുക. ദിക്റുകൾ കൊണ്ട് അത്രയും വലിയ പ്രതിഫലം. ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 വട്ടം പറഞ്ഞാൽ സമുദ്രത്തിലെ
തിരമാലകളുടെ അല്ലെങ്കിൽ മണൽത്തരികളുടെ അത്രയും പാപങ്ങൾ പൊറുക്കും. മാഷാ അല്ലാ, എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ പ്രതിഫലമാണ്. എന്താണ് പറഞ്ഞതാകെ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇത്രയും വലിയ പ്രതിഫലം ദിക്റുകൾക്കല്ലാതെ അള്ളാഹു ഇങ്ങനെ വലിയ പ്രതിഫലം നൽകിയിട്ടില്ല. അതുകൊണ്ട് രാവിലത്തെ ദിക്റുകൾ വിടരുത്. രണ്ടാമതായി. മൂന്നാമതായി വൈകുന്നേരത്തെ ദിക്ർ. രാവിലത്തെ ദിക്റിന്റെ ഏറ്റവും അഫ്ളലായ സമയം സുബഹിന് ശേഷം. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. ഇനിയിപ്പോൾ ഒരാൾ സുബഹിന്റെ മുമ്പാണ് സൗകര്യമെങ്കിൽ അയാൾക്ക് അപ്പം ചെല്ലാം. സുബഹിന് ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് അയാൾക്ക് സൗകര്യമെങ്കിൽ അപ്പോൾ ചെല്ലാം. അതിന്റെ അഫ്ളലായ ടൈം ഏതാണ്? സുബഹിന് ശേഷം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. വൈകുന്നേരത്തെ ദിക്ർ അസറിന് ശേഷം. അത് മഗ്രിബിന് തൊട്ട് മുമ്പാണ് അഫ്ളലായ സമയം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അതിനിടയിൽ ഏത് സമയത്ത് ചെല്ലാം. ഇനി ഒരാൾ കുറച്ച് നേരത്തെ ചൊല്ലിപ്പോയി അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞിട്ട് ചൊല്ലി, കുഴപ്പമില്ല. വൈകുന്നേരത്തെ ദിക്റുകൾ നമ്മൾ ഒരിക്കലും ദിക്റുകൾ പാഴാക്കി കളയരുത്. മറ്റൊന്ന് കിടന്നുറങ്ങുമ്പോഴുള്ള ദിക്ർ. ഒരുപാട് ദിക്റുകളുണ്ട്. ഒരു ബിസ്മിക്കല്ലാഹു അമൂത്തു വാഹിയ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരുപാട് ദിക്റുകൾ ആ സമയത്തുണ്ട്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആയത്തുൽ കുർസി ഓതണം. കൈ ചുണ്ടിനോട് ചേർത്ത് വെച്ച് ഉമിനീര് തെറിപ്പിച്ച് ഊതുകയും അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇത് ഓതുകയും എന്നിട്ട് മുഖത്തും തലയിലും നെഞ്ചിലും ഇരുവശത്തും കാൽത്തുടകളിലും എത്തുന്നിടത്തോളം തടവുകയും വേണം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേറെയും വേറെയും ദിക്റുകളുണ്ട്. ഇതാണ് നിന്റെ കിടക്കുമ്പോഴുള്ള അവസാനത്തെ വാക്കായിരിക്കേണ്ടത് ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളടക്കം ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ. നിങ്ങളത് പഠിക്കണം. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിതാബുകൾക്കൊരു പഞ്ഞവുമില്ല. ധാരാളം ചെറിയ ചെറിയ ബുക്ക്ലെറ്റുകളായിട്ടും പോക്കറ്റ് സൈസ് കിതാബുകളായിട്ടും കിട്ടും. സംഘടിപ്പിക്കണം. ആവശ്യക്കാർക്ക് കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ദിക്റുകൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ദിക്റുകൾ പൂർത്തിയാക്കാതെ പ്രായം ചെന്ന ഒരാളും അല്ലാത്തവരും ഒരു കാരണവശാലും കിടന്നുറങ്ങാൻ പാടില്ല. ദിക്റുകൾ നമ്മൾ നിലനിർത്തണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന ഗിറാസൽ ജന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വർഗത്തിലെ ചെടികൾ എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റാണ്. സ്വർഗത്തിലെ നിധി എന്നാണ് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൻസു മിൻ കുനൂസിൽ ജന്ന എന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനല്ലാതെ കഴിവും ശേഷിയുമില്ല എന്ന ദിക്റിനെ പഠിപ്പിച്ചു. നമ്മൾ ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇടക്കിടക്ക് ദിക്റുകൾ ചൊല്ലണം. മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഗിറാസുൽ ജന്ന എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദിക്ർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിലേതും ആദ്യം ചെല്ലാം. ഇതിൽ ഇന്നത് ആദ്യം പറയണമെന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് ആദ്യം പറയാം. അങ്ങനെ ഈ 4 ദിക്റുകളാണ് നമുക്ക് ഏറ്റവും ഇതിന് സമയം നിശ്ചയിച്ചത്. ഇത് രാവിലെ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പം നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ സമയമൊന്നുമില്ല. ഏത് സമയത്തും ചൊല്ലാവുന്ന, രാവും പകലും ചൊല്ലാവുന്ന വർദ്ധിപ്പിക്കേണ്ട ദിക്റുകളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അതുപോലെ തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്നതും റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടതും നാവുകൊണ്ട് ലളിതമായി ഉരുവിടാവുന്നതുമായ ദിക്ർ നബി പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അത് സമയനിർണിതമായ ദിക്റല്ല. അത് രാവിലെ ചെല്ലണം, വൈകുന്നേരം ചെല്ലണം. ഏത് സമയത്ത് നമുക്ക് ചൊല്ലാവുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഒരു സദസ്സിലിരിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയണം ഇടക്കിടക്ക്. സദസ്സ് പിരിയുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇനി ഇത് കൂടാതെ, ഈ പറഞ്ഞ ദിക്റുകൾ കൂടാതെ ധാരാളം ദിക്റുകളുണ്ട്. ഈ ദിക്റുകളൊക്കെ ഓരോന്നോരോന്നായി പഠിച്ച് മരിക്കുന്നതിന് മുമ്പ് പരമാവധി ദിക്റുകൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ദിക്റിലായിരിക്കുമ്പോഴാണ് നമ്മൾ മരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം. അതിനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, ദിക്ർ ചൊല്ലുന്നവർ, മുഫരിദുകൾ, വേറിട്ട് നിൽക്കുന്നവർ മുന്നിലെത്തി. സ്വഹാബികൾ ചോദിച്ചു, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മുഫരിദുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സാകിറൂന അല്ലാഹ കസീറൻ വസ്സാകിറാത്ത്, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാർ, ധാരാളമായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഊരിസത്ത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അയാൾക്ക് വേണ്ടി നരകത്തിൽ ഒരു ഈത്തപ്പന മരം, നരകത്തിലെ ഈത്തപ്പന അല്ല, സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം നട്ടുപിടിപ്പിക്കപ്പെടും. നമ്മളിവിടെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഗിറാസു അഹ്ലിൽ ജന്ന എന്ന സ്വർഗവാസികളുടെ ചെടിയാണ്. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് തണലിടാൻ അവിടെ എത്ര മരങ്ങൾ ഉണ്ടാവുമെന്നറിയോ? നമ്മൾ ചൊല്ലിയ ദിക്റുകളൊക്കെ സ്വർഗത്തിലെ ശീതളച്ഛായ പകരുന്ന മരങ്ങളായി, തണൽ മരങ്ങളായി നിൽക്കും. ഇവിടെ എത്ര മാസം കഷ്ടപ്പെട്ടാലാണ് ഒരു ചെടിയോ മരമോ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയാം? എന്നിട്ട് ആ മരത്തിൽ നിന്നൊരു ഫലം മുതലെടുക്കാൻ എത്ര കാലം കഷ്ടപ്പെടണം?
എന്നാൽ സ്വർഗത്തിലേക്കാവുന്നില്ല. ഇവിടുന്ന് ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അപ്പോഴേക്കും അവിടെ കായ്കനികൾ തരുന്ന ഒരു മരമായി, ഒരു ചെടിയായി. സ്വർഗത്തിലെ വിഭവങ്ങൾ, ആസ്വാദനങ്ങൾ നമ്മുടെ ദിക്റാണ്. നാളെ നമുക്ക് ഖേദിക്കാൻ അവസരം വരരുത്. എനിക്ക് അള്ളാഹു വാർദ്ധക്യം തരുമ്പോൾ ഒരു കണക്കിന് ഖൈറാണ്. മറ്റൊരുപാട് ബാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാമല്ലോ. അപ്പൊ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ എനിക്ക് ഒരു വാർദ്ധക്യം അള്ളാഹു എന്റെ കയ്യിൽ തന്നിട്ട് ആ സമയത്ത് ഞാൻ വെറും ദുനിയാവിന്റെ ആസ്വാദനങ്ങളും പരാതിയും പരിവേദനവുമായിട്ട് ജീവിതം തീർക്കലുമായി തീർന്നാൽ എന്തിനു കൊള്ളും നമ്മൾ? നാളെ ഖേദിക്കേണ്ടി വരരുത്. അൻ തഖൂല നഫ്സുൻ, ഒരു നഫ്സ് നാളെ പറയേണ്ടി വരുമെന്നതിനാൽ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അള്ളാന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ വരുത്തി, വേണ്ടത് ഞാൻ പ്രവർത്തിച്ചില്ല. വൈൻ കുന്തു ലമിന സാഖിരീൻ, ഞാൻ അങ്ങനെ തരം താഴ്ന്നവരിൽപ്പെട്ടവനായി പോയി എന്ന് നാളെ ഖേദത്തിന്റെ വാക്കു പറയാതിരിക്കാൻ അള്ളാഹു തന്ന അവസരങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രായം ചെന്നവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസിക്കും സാനിയും വയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടെ തൗഹീദോടെ ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രായം ചെന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. എനിക്ക് വയസ്സായി മോനെ, ഇനി ഞാൻ അങ്ങോട്ടൊന്നും വരൂല, അങ്ങനല്ല. വയസ്സുകാലത്ത് നമ്മൾ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോവുക കഴിയുന്നത് പോലെ. ആ സമയത്ത് യാത്രകൾ വർദ്ധിപ്പിക്കുക. ഒന്ന്, നമുക്ക് ഉന്മേഷം കൂടും, നമുക്ക് ആരോഗ്യവും അതേപോലെ തന്നെ എല്ലാം ഒന്നിനും പറ്റാതെ വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കുന്ന ഒതുങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. പ്രായമായ പിന്നെ ഞാനൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കും. പിന്നെ പ്രായമുള്ളവർ വരണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ ആരും എത്തും, വീട്ടുകാരും എത്തും. ഇത് രണ്ടും ശരിയല്ല. പ്രായമുള്ളവർ പുറത്തിറങ്ങണം, പ്രായമുള്ളവരെ പുറത്തിറക്കണം. എന്നിട്ട് എന്താണ്, അവരുടെ ബന്ധങ്ങളുണ്ടാകും, പഴയ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പ്രത്യേകിച്ചും. പാപ്പാന്റെ വീട്ടിൽ, മൂത്താപ്പാന്റെ വീട്ടിൽ, അമ്മായിന്റെ വീട്ടിൽ, അമ്മാവന്റെ വീട്ടിൽ അവരൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇനി ഇവർക്ക് തന്നെ പ്രായമായില്ലേ, അവരുടെ മക്കളുണ്ടാവും, അവരുടെ മക്കളൊക്കെ സന്ദർശിക്കാം. അവർക്ക് ഇഷ്ടമായിരിക്കും എളാപ്പാനെ കാണുന്നത്, മൂത്താപ്പാനെ കാണുന്നത്, ഇഷ്ടമുള്ള ബന്ധുക്കളുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വരാൻ നേരം ഉണ്ടാവില്ല. ചെറുപ്പക്കാരാണ്, ഓടി നടക്കാണ്, അവർക്ക് നേരല്ല നമ്മളെ കാണാൻ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ. കുടുംബ ബന്ധങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ വാപ്പാവുമായി, നമ്മുടെ മുമ്പേ മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പായുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അതൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ സ്വന്തം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്ര പ്രായം ചെന്ന ആളും അവനാന്റെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ഗഫിർലി വലി വാലിദയ്യ വറഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആ വാപ്പാക്ക് ഗുണം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. അവരുടെ സുഹൃത്തുക്കൾ നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ബന്ധങ്ങൾ ചേർക്കണം. മൻ സർറഹു അൻ യുമദ്ദലഹു ഫി ഉമുരി, ആരെങ്കിലും ആയുസ് നീട്ടിക്കിട്ടണമെന്നത് സന്തോഷിക്കുന്ന കാര്യമാണെങ്കിൽ, ഫയുസാദുലഹു ഫി റിസ്ഖി, തന്റെ റിസ്കിൽ വർധനവുണ്ടാകുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ, ഫല്യബർറ വാലിദൈഹി, അവൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ, വല്യസുൽ റഹിമ, അവൻ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വാർദ്ധക്യം ചെന്നവർ വരും തലമുറക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. ഒരുപാട് ജീവിതാനുഭവങ്ങൾ. ചിലർ പറയുന്നത് ഞങ്ങൾ ഈ വയസ്സന്മാരെന്തേലും പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അത് വെറുതെ പറയാം. ദീനുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, പ്രായം ചെന്നവരെന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്, പക്വതയും അതേപോലെ തന്നെ നിലപാടുകളുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർ ഓരോ പ്രശ്നത്തിൽ ചെന്ന് വീഴുമ്പോൾ അത് എങ്ങനെയാണ് ലളിതമായിട്ട് അതിൽ നിന്ന് കരകയറുക എന്നുള്ളത് സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠം, അവരെക്കാൾ അറിവുണ്ടാവും, അവരെക്കാൾ അനുഭവമുണ്ടാകും. അതെല്ലാം വെച്ച് എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത തലമുറക്ക് അറിവുകൾ കൈമാറണം, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകണം. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലൊന്നൊരു മടിയും കാണിക്കരുത്. ഇവർക്ക് വാപ്പാർ ഉപദേശിക്കുന്ന ഇഷ്ടപ്പെടില്ല, അത് നമുക്ക് വേറെ പറയാനുണ്ട്. എന്ത്, പ്രായം ചെന്നവരെ, പ്രായം എത്താത്ത ആളുകൾ, ചെറുപ്പക്കാരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ വേറെ പഠിക്കണം. അവരുടെ കടമകൾ ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. വാർദ്ധക്യമുള്ളവരോട് നമുക്കുള്ള ബാധ്യതകൾ, പ്രത്യേകിച്ച് അത് ഉമ്മയും ഉപ്പയുമാണെങ്കിൽ അവരോട് നമുക്കുള്ള കടമകൾ, അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ പ്രായം ചെന്നവരെന്ത് ചെയ്യണം, നമ്മളാണ് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഉപദേശങ്ങൾ നൽകേണ്ടത്. 24 മണിക്കൂറും ഉപദേശവുമായി നടക്കണമെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. ആളുകളെ ഉപദേശങ്ങൾ കൊണ്ട് വെറുപ്പിക്കണമെന്നും അർത്ഥമില്ല. പക്ഷേ ഞാൻ ഉപദേശം കൊടുത്താൽ അവർ വെറുത്തു പോകുമെന്ന് ചിന്തിക്കേണ്ടവരല്ല പ്രായമുള്ളവർ. അവർ പക്വമായ ഉപദേശങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ, കൊടുക്കേണ്ട സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വിലയുണ്ടാകും, സ്വീകാര്യതയുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും. നമ്മുടെ കുടുംബം ശരിയായ വഴിയിലൂടെ തന്നെയാണ് വരുന്നത്. ഇത് കല്യാണ വീടൊക്കെ വരുന്ന നേരത്ത് പാട്ടും കൂത്തുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അതേപോലെ ആണും പെണ്ണും എഴുതി. പ്രായം ചെന്നവരിങ്ങനെ മിണ്ടാതിരിക്കും. നിങ്ങൾ എന്ത് വാപ്പാരാണ്, എന്ത് വെല്ലിപ്പാരാണ്. അപൂർവ വീടുകളിൽ മാത്രമാണ് വെല്ലിപ്പാര. ഇത് ഈ പണി ഇവിടെ പറ്റൂല. ഇത് പുതിയാപ്പളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളാരും ഏർപ്പാടാക്കിയതല്ല, കൂട്ടുകാരെല്ലാം കൂടി, ഏത് കൂട്ടുകാരനാണെങ്കിലും ഒരു ഹറാമാണ് കല്യാണ വീട്ടിൽ ഏർപ്പാടാക്കിയതെങ്കിൽ
വാപ്പമാരും വല്യപ്പമാരും ഇറങ്ങിയാൽ വേറെ ആരും അധികം ബഹളം വെക്കാനൊന്നും വരൂല. നമുക്ക് ഹറാമുകൾ നിർത്താൻ പറ്റും. കല്യാണ ദാസുകളിലൊക്കെയുള്ള വീഡിയോ പിടുത്തം, അതേപോലെ തലങ്ങും വിലങ്ങുള്ള ഫോട്ടോ എടുക്കൽ, അങ്ങനെ ഹറാമായ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. ഇതൊക്കെ നിർത്താൻ മുതിർന്ന ഒരാളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. അതിവിടെ വേണ്ട. ആരും അധികം സംസാരിക്കാനൊന്നും വരൂല, ഉറപ്പാണ്. പ്രായം ചെന്നവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു അംഗീകാരമുണ്ട്. അൽ ബറക്കത്തു മഅൽ അകാബിർ, മുതിർന്നവരോടൊപ്പമാണ് അള്ളാഹു ബറക്കത്ത് വെച്ചത്. അതുകൊണ്ട് മുതിർന്നവരല്ലാത്തവർ പറയുന്ന വാക്കിനേക്കാൾ മുതിർന്നവരുടെ വാക്കിന് വിലയുണ്ടാകും. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതാർക്കും എടുത്തു കളയാൻ പറ്റില്ല. ഒരു പരിചയവുമില്ലാത്ത ഒരു പ്രായം ചെന്നവൻ ഒരു സദസ്സിൽ വെച്ചൊരു കാര്യം ചെയ്യണം, നമ്മൾ അനുസരിച്ചു പോകും. അത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഒരു സ്ഥാനമാണ്. പ്രായം ചെന്നവർ ആ സ്ഥാനത്തെ ശരിയായി ഉപയോഗപ്പെടുത്തണം. തങ്ങൾ കിട്ടിയ സ്ഥാനങ്ങൾ ഇങ്ങനെ മൗനം പാലിച്ച്, പ്രായം ചെന്നവരുടെ മൗനം കൊണ്ട് മാത്രം എത്ര തോന്നിയാസങ്ങളാണെന്നത്. ഞാൻ കല്യാണ വീട് ഒരു ഉദാഹരണം പറഞ്ഞത്. കല്യാണ വീട്ടിൽ മാത്രമല്ല, പല തോന്നിയാസങ്ങളും, പല സദസ്സുകളിൽ, പല ആഘോഷങ്ങൾ, പല ആഭാസങ്ങളായി മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് തടയാൻ പ്രായം ചെന്നവർക്ക് സാധിക്കും. അത് നിങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനമായി, സാധ്യമാകുന്നത്ര സുന്നത്തുകൾ നമ്മൾ നിലനിർത്തണം. ഞാനത് എണ്ണി പറയുന്നില്ല. സാധ്യമാകുന്നത്ര സുന്നത്തുകൾ എന്ത് ചെയ്യണം? അത് കഴിയുന്നത്ര മതി, കഴിയാത്തത് ചെയ്യേണ്ട. അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രായം ചെന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ ആരാധനകൾ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇബാദത്തുകൾ ചെയ്യുന്ന വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും, എന്നിട്ട് ഞാൻ ഇങ്ങനെ കേട്ടു, നീ എല്ലാ പകലും നോമ്പെടുക്കുന്നുണ്ട്, രാത്രി മുഴുവൻ ഒരു മിനിറ്റും ഇടവിടാതെ നീ നിസ്കരിക്കുന്നുണ്ട് ഈ വാർദ്ധക്യത്തിൽ, ശരിയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ശരിയാണ്. നബി പറഞ്ഞു ഫലാ തഫ്അൽ, നീ അത് ചെയ്യരുത്. പ്രായം ചെല്ലുമ്പോൾ അവനവനെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള ഇബാദത്ത് എടുക്കേണ്ടത്. ശരീരത്തെ പീഡിപ്പിക്കുന്ന ഇബാദത്തുകൾ എടുക്കാൻ പറഞ്ഞിട്ടില്ല. പ്രായം ചെന്ന സമയത്ത് കൂടുതൽ ഇബാദത്തുകൾ എടുത്ത സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, നിന്നെക്കൊണ്ട് നീ രാത്രി നിസ്കരിക്കണം, ഉറങ്ങും വേണം. ചില ദിവസം നോമ്പെടുക്കണം, ചില ദിവസം നോമ്പെടുക്കരുത്. എല്ലാ ദിവസവും എന്ത് ചെയ്യരുത്? സുന്നത്ത് നോമ്പെടുക്കരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ദിവസങ്ങളിലേതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ, സാധാരണ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരെ കോടി ഇടക്കിടക്ക് അവർ ചിലപ്പോൾ എല്ലാ സുന്നത്ത് നോമ്പ് എടുക്കണമെന്നില്ല. പക്ഷെ പ്രായം ചെന്നവർക്ക് തിങ്കളാഴ്ചത്തെ നോമ്പെടുക്കാം, വ്യാഴാഴ്ചത്തെ നോമ്പെടുക്കാം, ഏതെങ്കിലും ഒന്നെടുക്കാം, മാസത്തിലുള്ള 3 നോമ്പ് അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കാം. അപ്പോൾ പ്രായം ചെന്ന അവസ്ഥയിൽ നമ്മൾ സുന്നത്ത് നോമ്പുകളൊക്കെ കഴിവതും സാധ്യമാകുമെങ്കിൽ അത്തരം നോമ്പുകൾ എടുക്കുക. മറ്റൊന്ന് പ്രാർത്ഥന. വാർദ്ധക്യത്തിന്റെ ദുരിതങ്ങൾ ഇല്ലാതിരിക്കാൻ വൃദ്ധന്മാരെന്തായാലും പ്രാർത്ഥിക്കണം. ഒരു വാർദ്ധക്യത്തിലാണല്ലോ. എത്ര വൃദ്ധന്മാരാണ് ചുറുചുറുക്കോടുകൂടി നടക്കുന്നത്. വാർദ്ധക്യത്തിലെത്തിയിട്ടും അള്ളാഹു അവർക്ക് ചുറുചുറുക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ റബ്ബിനോട് ചോദിക്കണം, റബ്ബിനോട് നിരന്തരമായിട്ട് ചോദിക്കണം. ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഔദു ബിക മിനൽ ഹറം, വാർദ്ധക്യത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വാർദ്ധക്യത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് രക്ഷ തേടുന്നതാണ് അർത്ഥം വാർദ്ധക്യത്തിന്റെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ തേടും. വാർദ്ധക്യം ഉണ്ടായാലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഇല്ലാതെ എനിക്ക് നീ ആശ്വാസം തരണേ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എപ്പോഴെങ്കിലും വൃദ്ധന്മാര് എന്നെ വാർദ്ധക്യത്തിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാർ വരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം. ഔദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അങ്ങേയറ്റത്തെ പ്രായാധിക്യത്തിലേക്ക് കടന്നു പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ധാരാളം പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂനി വൽ ജുസാം വൽ ബറസി വസയ്യിൽ അസ്ഖാം, ഭ്രാന്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഓർമ്മക്കുറവ്, മറ്റു പ്രയാസങ്ങൾ, പാണ്ഡുരോഗം, ഇതൊക്കെ വരുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ മത്തീനി ബിസംഇ വബസരി, അള്ളാഹുവെ എന്റെ കണ്ണിനും കാഴ്ചക്കും നീ ക്ലാരിറ്റി തരണം, അതിന് നീ ആസ്വാദനം തരണം. കണ്ണുകൊണ്ട് ശരിക്കും കാണാൻ കഴിയണം, കാതുകൊണ്ട് ശരിക്കും കേൾക്കാൻ കഴിയണം. പ്രായാധിക്യത്തിൽ ഇതൊക്കെ കുറയും. അപ്പൊ അതെനിക്ക് കിട്ടണമെന്ന് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത 3 പ്രാവശ്യം ചൊല്ലാൻ രാവിലെയും വൈകുന്നേരം ദിക്ർ ചൊല്ലാൻ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി, കണ്ണിന് ആരോഗ്യം കിട്ടാൻ, ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ, കാതിന് ആരോഗ്യം കിട്ടാൻ, നല്ല കേൾവി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥന, ദുഃഖത്തിൽ നിന്നും ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും പിശുക്കിൽ നിന്നുമൊക്കെ രക്ഷ ചോദിക്കുന്ന പ്രാർത്ഥനകൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരമായി നിർവഹിക്കണം, പ്രാർത്ഥനകൾ പഠിക്കണം. അവസാനം എനിക്ക് പറയാനുള്ളത്, കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറണം. പ്രായമായാൽ പിന്നെ എങ്ങനെയും പെരുമാറാൻ ഭാര്യയോടെന്ന ചില ആൾക്കാരുടെ വിചാരം. ആരും ചോദിക്കാനും പറയാനൊന്നും പാടില്ല. പ്രായമെത്തിയാലും ഭർത്താവിന്റെ സംസാരവും ഇടപെടലും ഭാര്യയ്ക്ക് സന്തോഷം നൽകണം. പ്രായമായാലും നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്, മക്കളുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്. മോശമായി ഞാൻ പെരുമാറിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം.
എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയാണ്. ഈമാൻ കൊണ്ട് നമുക്കത് നിയന്ത്രിക്കാൻ കഴിയണം. നമ്മളത് പരിശ്രമിക്കണം. നല്ല രീതിയിൽ കുടുംബത്തോട് പെരുമാറണം എന്നുള്ളതാണ്. തലയിലെ നര മാറ്റണം. അബീ ഖുഹാഫ യൗമ ഫത്ഹി മക്ക. ജാബിർ ബിൻ അബ്ദുല്ല പറയാണ്, അബൂ ഖുഹാഫ ഫത്ഹു മക്കയിൽ കൊണ്ടുവരപ്പെട്ടു. വറഅസുഹു വലഹിയതുഹു കസഗാമത്തി ബയാലൻ. അദ്ദേഹത്തിന്റെ തലയും അദ്ദേഹത്തിന്റെ താടിരോമങ്ങളും ഒക്കെ അങ്ങേയറ്റം തനിച്ച് വെളുത്തിരിക്കുകയാണ്. അങ്ങേയറ്റം വെളുത്തിരിക്കുന്ന സമയമാണ്. ആ വെളുത്ത് നരച്ചിരിക്കുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗയ്യിറു ഹാദാ ബിശൈ വജ്തനിബു സവാദ്. ഇത് നീ മാറ്റണം, നിറം മാറ്റണം, മൈലാഞ്ചി ഉപയോഗിക്കണം. പ്രായം ചെന്നവർ വെളുത്ത മുടിയായിട്ട് നടക്കരുത്. വെളുത്ത മുടി എന്ത് ചെയ്യണം? നിങ്ങൾ മൈലാഞ്ചി ഇടണം. കറുപ്പ് ഒഴിവാക്കണം, കറുപ്പിക്കരുത്. ഒരു വസ്തു കൊണ്ടും കറുപ്പിക്കരുത്, കറുപ്പിക്കാൻ പാടില്ല. പകരം മൈലാഞ്ചി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ നിങ്ങളുടെ നരയുടെ നിറം നിങ്ങൾ മാറ്റണമെന്ന് പ്രായം ചെന്നവരോട് കൽപ്പിച്ചിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർ പറയും, അത് പ്രായമുള്ള ആളുകളായതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, കറുപ്പിക്കരുതെന്ന് പറഞ്ഞത്. അല്ലാത്തവർക്ക് കറുപ്പിക്കാം, നര കറുപ്പിക്കാൻ വകുപ്പുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ വ്യക്തമായി ഇങ്ങനൊരു ഹദീസ് കാണാം. അബൂദാവൂദിന്റെ സുനനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഖൗമുൻ യഖ്ലിബൂന ഫീ ആഖിരി സമാനി ബിസ്സവാദി കഹവാസിൽ ഹമാം. പ്രാവിന്റെ കറുത്ത വൃത്തങ്ങൾ പോലെ അവസാന കാലത്ത് മുടി കറുപ്പിക്കുന്ന ഒരു ജനത വരാനുണ്ട്. ലാ യരീഹൂന റായിഹത്തൽ ജന്ന. മുടി കറുപ്പിക്കുന്നവർ, മീശ കറുപ്പിക്കുന്നവർ, താടി കറുപ്പിക്കുന്നവർ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യത്തിലുള്ളവർ നന്നായി ശ്രദ്ധിക്കണം. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, ക്ലാസുകൾ കേൾക്കണം, ദിക്റുകൾ നിലനിർത്തണം. വാർദ്ധക്യത്തെ നമ്മൾ പരലോകത്തേക്കുള്ള നല്ലൊരു മുതൽക്കൂട്ടാക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖന ഇജ്തിനാബ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل على محمد وعلى آل محمد.